ലോകം ഒരു കാൽപന്തിന് പുറകെയാണിപ്പോൾ. ലോകകപ്പ് ആരവം പല രീതിയിലാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ഇങ്ങ് പാലക്കാട്ട് ലോകകപ്പിനെ കുപ്പിക്കുള്ളിലാക്കിയാണ് ഒരു കരകൗശല കലാകാരൻ ലോക മാമാങ്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. കൗതുകകരമായ കാഴ്ചയൊന്ന് കാണാം. ലോകം ഒരു കാൽപന്തോളം ചുരുങ്ങിയ വേളയിൽ ലോകകപ്പിനെ ഒരു ചില്ലുകുപ്പിക്കുള്ളിലാക്കി അത്ഭുതപ്പെടുത്തുകയാണ് പാലക്കാട്ടെ ഒരു കരകൗശല കലാകാരൻ. പൊൽപ്പുള്ളി കല്ലുകൂട്ടിയാൽ സ്വദേശിയായ മോഹനനാണ് ഏവരെയും അതിശയിപ്പിക്കും വിധം ഈ കലാവിരുന്നൊരുക്കിയിട്ടുള്ളത്. കയ്യിൽ കിട്ടിയതെന്തും അസംസ്കൃത വസ്തുവാക്കിക്കൊണ്ട് അനുയോജ്യമായ കുപ്പികൾക്കുള്ളിൽ പല രൂപങ്ങളും ഇതൾ വിരിയിക്കുന്ന കലാകാരനാണ് മോഹനൻ. ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ചതിനാൽ കുപ്പിക്കുള്ളിലെ ലോകകപ്പ് മാതൃകയ്ക്ക് ആവശ്യക്കാരേറെയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരാശയം മോഹനൻ യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ കുപ്പിക്കുള്ളിലെ ലോകകപ്പിന് മാത്രമല്ല, ഫുട്ബോൾ താരങ്ങളുടെ രൂപങ്ങളും ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് ആരാധകർ എത്തുന്നുണ്ടെന്ന് മോഹനൻ പറയുന്നു. ഇത് ബോട്ടിൽ പൊട്ടിക്കാതെ ചെയ്യുന്ന വർക്കാണ്. ഇതിപ്പോൾ വേൾഡ് കപ്പും തീപ്പെട്ടി, വാച്ചുകൾ, തേരുകൾ, കൽപ്പത്തേരുകൾ, അങ്ങനെ ലോകാത്ഭുതങ്ങളെല്ലാം മിക്കതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബോട്ടിൽ പൊട്ടിക്കാതെ ചെയ്യാനുള്ള ഒരു ക്ഷമയും അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് പ്രാബല്യത്തിൽ അത് ഇനിയും വെളിച്ചത്ത് കൊണ്ടുവരാനും ഇതുവരെ പറ്റിയിട്ടില്ല. നമുക്ക് ഇതിനെ വർക്ക് ചെയ്ത് വെച്ചാൽ അതിനുള്ള ഒരു ബെനിഫിറ്റും കൂടി കിട്ടണം. ഇതിപ്പോൾ അത് കമ്മിയാണ്. അതുകൊണ്ട് ഇത് ചെയ്യാൻ താല്പര്യക്കുറവ് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതും പോലത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് വന്നിട്ട് ചെയ്തിട്ട് ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. കുറേ ആൾക്കാർ വാങ്ങിയിട്ട് പോവും. ചിലർ താല്പര്യപ്പെട്ട അതിൻ്റെ മോഹവില നോക്കിയിട്ട് അവർ ചിലപ്പോൾ വാങ്ങിയിട്ട് പോകും. അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കും. 10-20 വർഷം വരെ ചെയ്തിട്ടുണ്ട്. ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുക. ഇത് തേരൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇത് പാശി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പാശി കോർത്ത് ചെറിയ ചെറിയ ഇതിലൊക്കെ കോർത്തിട്ടാണ് ഇത് അതിനകത്ത് കൊണ്ട് സെറ്റ് ചെയ്യുക. ഒരിക്കലും ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടിഭാഗം പൊട്ടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എല്ലാം ഇതിൻ്റെ ഇതിൻ്റെ ഭാഗത്തോടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇറക്കി ഇതിനകത്ത് പോയിട്ട് ആദ്യം തൊട്ട് ചുവട് മുതൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വരികയാണ്. സെറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഉണങ്ങാനുള്ള ഇത്തിരി സമയമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വിവാഹം ഇപ്പം ചെയ്തതാണ്. ഇത് ഓരോ ഇത് വരുമ്പോൾ കലോത്സവം വരുമ്പോൾ കലോത്സവത്തിൻ്റെ ട്രോഫി ഉണ്ടാക്കുക. ഓണം വന്ന് വരുന്ന സമയത്ത് ഓണത്തിൻ്റെ മാവേലിൻ്റെ ഇതുണ്ടാക്കുക. അങ്ങനെ വിവാഹ വേൾഡ് കപ്പായപ്പോൾ ഇതിൻ്റെ ആ ട്രോഫി ഉണ്ടാക്കിയതാണ്. ഇത് 3 ആഴ്ച ഇങ്ങനെയായി. ഇതിനകത്ത് എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടായിട്ട് ജോയിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തന്നെയാണ്. 2 ആഴ്ചയോളം സമയമെടുത്താണ് ഈ കരവിരുത് പൂർത്തിയാക്കിയത്. തെർമോക്കോളാണ് പ്രധാന അസംസ്കൃത വസ്തു. ലോകകപ്പ് മാതൃകയുണ്ടാക്കിയ ശേഷം അതിനെ പല ഭാഗങ്ങളാക്കി കുപ്പിക്കകത്തേക്കിടുകയും തുടർന്ന് കുപ്പിക്കകത്ത് വെച്ച് കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്യുന്നത്. കുപ്പിക്കകത്തിടുന്നതിന് മുൻപും ശേഷവും പെയിന്റിംഗ് ചെയ്യും. വളരെ കൃത്യതയോടെ ഇവ പൂർത്തിയാക്കുന്നതിന് പിന്നിൽ തന്റേതായ ചില രഹസ്യങ്ങളുമുണ്ടെന്നാണ് മോഹനൻ പറയുന്നത്. 20ാമത്തെ വയസ്സിൽ പാലക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാച്ച് റിപ്പയറിംഗ് പണി ആരംഭിച്ചതായിരുന്നു മോഹനൻ. 30 വർഷത്തോളം തുടർന്ന തൊഴിലിന് തടസ്സമായി കാഴ്ചശക്തി കുറഞ്ഞതോടെ പെയിന്റിംഗ് ജോലിക്ക് പോയി തുടങ്ങി. ഇതിനിടയിൽ ചെറിയ തോതിൽ ബോട്ടിൽ ആർട്ട് ആരംഭിച്ചു. പാലക്കാട്ടെ പ്രശസ്തമായ കൽപ്പാത്തിത്തേര് നിർമ്മിക്കുന്നതിലാണ് പ്രഗത്ഭൻ. പല അളവിലുള്ള തേര് വാങ്ങാൻ ആവശ്യക്കാരേറെയാണ്. 6 വാച്ച് ഒരു കുപ്പിയിൽ നിറച്ച മോഹനന്റെ കഴിവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. മനുഷ്യപ്രതിമ, താജ്മഹലിന്റെ രൂപം, മലമ്പുഴ യക്ഷി, ഈഫിൾ ടവർ തുടങ്ങി മോഹനൻ കുപ്പിയിലാക്കിയ സൃഷ്ടികൾ നിരവധിയാണ്. UTV ന്യൂസ്, പാലക്കാട്.